മറ്റൊരു ഭാഗത്ത് ഒരുപാട് വ്യാജ സിദ്ധന്മാർ. ഇപ്പം ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത ഏതാണ്? കാസർകോട്ടെ MC ഗഫൂറാജി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു സാധു മനുഷ്യൻ അല്ലേ, അല്ലെങ്കിൽ ഈ നനഞ്ഞിടം കുഴിക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് മലയാള ഭാഷയിൽ. എന്താ, ഈ സാധുക്കളായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ നിഷ്കളങ്കരീകാരം, അവർ ഇൻട്രോവേർട്ട് ആയിരിക്കും, അവർ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കാം, പക്ഷേ അതിലേറെ വേഗതയിൽ അവർ കൂളാവുകയും ചെയ്യും, അവർ കാമായി ജീവിക്കും. അപ്പൊ അവർ സാധുക്കളാ. അതാ നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള പ്രയോഗം ഉണ്ടായത് മലയാള ഭാഷയിൽ. ഈ നനഞ്ഞ സ്ഥലം, പൂലായി കിടക്കണ അല്ലെങ്കിൽ ആർദ്രമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ കുഴിക്കാൻ നല്ല സുഖാണല്ലോ. അപ്പൊ ചാഞ്ഞ മരത്തുമ്മ ഓടിക്കേറുക എന്നൊക്കെ പറയാറുണ്ട്. ചാഞ്ഞ മരത്തുമ്മ നമുക്ക് പാഞ്ഞു കയറാം. ഒരു സാധുവായ മനുഷ്യന്റെ എങ്ങനെ അയാളെ ട്രാപ്പിൽ അകപ്പെടുത്തുക, അയാളെ പറ്റിക്കുക, അയാളെ ചീറ്റ് ചെയ്യുക, അയാളെ കൊണ്ടുപോയിട്ട് കെണിവലയിൽ കൊടുക്കുക, അയാളെ ചൂഷണം ചെയ്യുക, ഇങ്ങനെ കുറെ സാധുക്കാരുണ്ട്. ഇപ്പൊ ഈ സാധു, ഈ MC ഗഫൂറാജി എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാടിന്റെ അടുത്തുള്ള ഈ മാന്യ സഹോദരനെ വിളിച്ചിട്ട് ജിന്നുമ്മ എന്ന് പറയുന്ന 34-കാരിയായ സഹോദരി, അവരെ കൂടെ ഉണ്ടാകുന്ന അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകള്, അവരെ ഭർത്താവടക്കം അല്ലേ, പർദ്ദയും മഫ്തയും ഹിജാബ് ഒക്കെ ഇട്ട 3-4 പെണ്ണുങ്ങള് ബേക്കലിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന രംഗല്ലേ ഇന്നത്തെ പത്രദ്വാര ഒക്കെ പ്രത്യക്ഷപ്പെട്ടത്. ഈ സമുദായത്തിന്റെ പോക്കം കേട്ട നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലേ. അപ്പൊ അത് കൂടോത്രം, അത് വ്യാജ ചികിത്സയാണ്. അവർക്ക് ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവര് തന്നെയാണ്, ഈ ജുംനുമ്മ തന്നെയാണ് ഒരു ഭാഗത്ത് ഹണി ട്രാപ്പ് നടത്തിയത്, മറ്റൊരു ഭാഗത്ത് ആത്മീയതയുടെ ചികിത്സയുടെ പേരിൽ ബോർഡ് വെച്ചിരുന്നത്. ആളുകൾ വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തെ ഇരട്ടിപ്പിക്കാമെന്ന് പറയാൻ. അപ്പൊ ഈ ട്രാപ്പിൽ പോയി പെടുന്ന മനുഷ്യന്മാരും വേണം നമ്മളൊന്ന് സമ്മതിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചക്ക് പ്രസിദ്ധീകൃതമായ ഗവൺമെന്റ് ഇനീഷ്യേറ്റ് എടുത്തിട്ട് മിക്ക പത്രങ്ങളിലും കൊടുത്ത പ്രധാന ആഡ് എന്താണ്? ഒരു പത്രം തുറന്ന ആദ്യത്തെ പേജിൽ നമ്മൾ കാണുന്ന എന്താണ്? ഓൺലൈൻ വഞ്ചനകളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് കോള് വരികയാണ്, വീഡിയോ കോള് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റ് നിങ്ങൾ വരിക്കാൻ പോവാണ്, ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ്, SBIയുടെ ഇന്നാലിന്ന ബ്രാഞ്ചിൽ നിന്നാണ്, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസായി കിടക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്നാലിന്ന ട്രാൻസാക്ഷനുകളൊക്കെ നടന്നിട്ടുണ്ട്, അത് അനധികൃതമാണ്, അതുകൊണ്ട് വലിയ ക്യാഷ് ഫ്ലോ നടക്കുന്ന അക്കൗണ്ടിന്റെ ഉടമ സ്വാഭാവികമായിട്ടും അതിൽ പേടിച്ചു പോയി. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്നാലിന്ന അക്കൗണ്ടിലേക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതിൻ്റെ അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഈ സാധു പെണ്ണ് അല്ലെങ്കിൽ സാധു ആണ് പുരുഷൻ അവരൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കും. അവർക്കുള്ള PS ഫണ്ട്, മറ്റുള്ള സേവിങ് ബാലൻസ്, അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഈട്ടിക്കൂട്ടിയ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ വിർച്വൽ വീഡിയോ കോൺഫറൻസിൽ പോലീസാണ് എന്ന വ്യാജേന വന്ന് പ്രത്യക്ഷപ്പെട്ട ആളുകളുടെ മുമ്പിൽ അവരുടെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു, അവരുടെ രഹസ്യ കോഡ് നമ്പർ പറഞ്ഞു കൊടുക്കുന്നു, അതൊക്കെ വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം അരീക്കോട്ടെ 2-3 ചെറുപ്പക്കാരെയാണ് തെക്കൻ ജില്ലയിലെ ഒരു വീട്ടമ്മയെ 2.5 കോടി, ആ വീട്ടമ്മയുടെ ജീവിതകാലത്ത്, അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, അവർ ജീവിതകാലത്ത് ഉണ്ടാക്കി അവരുടെ പെൻഷനയിൽ കിടപ്പുണ്ട്, അവരുടെ മൊത്തം ആസ്തിയിൽ കിടപ്പുണ്ട്. ആ 2.5 കോടി 30-ൽ പരം അക്കൗണ്ടുകളിലേക്കാണ് ഡിഫറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തിയത്. പെട്ടുപോവാൻ. അപ്പൊ ഞാൻ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ട്രാപ്പിൽ അകപ്പെടാൻ കുറെ ആളുകൾ, അവരെ പെടുത്താൻ വേറെ കുറെ ആളുകൾ. അപ്പൊ അതിൽ കയ്യും കണക്കൊന്നുമില്ല. എല്ലാവരും ആ മേഖലയിൽ ഇപ്പോൾ അതിൽ മതോ ജാതി ഒന്നുമില്ല. ആ വിശ്വാസധാരകളിലൂടെ ഒരു സമൂഹം ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അടുത്ത ഭാവി, അടുത്ത തലമുറയുടെ ഭാവി തുലാസിലാകൂലേ. അപ്പൊ ഈ ജിന്നുമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 34 വയസ്സുള്ള വളരെ മാന്യയായിട്ട് ഒരു കുടുംബം പുലർത്തേണ്ട, മക്കളുടെ ഉമ്മയായിട്ട് മുന്നോട്ട് പോകേണ്ട ഈ ഒരു പെണ്ണാണ് എനിക്ക് ജിന്ന് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് മറിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയും എന്ന വ്യാജേന ഈ ബ്ലാക്ക് മാജിക് കാണിച്ചിട്ട് ആളുകളെ ട്രാപ്പിൽ അകപ്പെടുത്തുകയാണ്. എന്നിട്ട് മാനഹാനി ഭയന്നിട്ട് ഒരുപാട് ആളുകൾ വിഷയം പുറത്ത് പറയാതിരിക്കുക. അവരെ സമ്പത്ത് നഷ്ടപ്പെടും എന്ന് കാണുമ്പോൾ അറ്റക്കൈക്ക് പ്രതികരിക്കാൻ നിന്നപ്പോഴാണ് ഈ MC ഗഫൂറാജിനെ കൊണ്ടുപോയിട്ട് അവർ കൊല ചെയ്തത്. ഇപ്പൊ ഇന്നലെ തെളിവെടുപ്പിനുകൊണ്ടുവന്നു. ഒരു മക്കള് കരയാൻ, ഭാര്യ കരയാൻ. എന്ത് ചെയ്യാനാണ്? ഒരു വീട്ടുടമസ്ഥനെ നഷ്ടപ്പെട്ടിരിക്കാൻ 549 പവൻ സ്വർണ്ണാണ് പോയത്. എത്ര കിലോ ഉണ്ടാകും? 4.5 കിലോന്റെ അടുത്തുണ്ട് ആ സ്വർണം മാത്രം എൻ്റെ പ്രിയപ്പെട്ടവര്. അപ്പൊ എന്താ ഈ ഇരട്ടിപ്പിക്കൽ പ്രക്രിയ കേട്ടിട്ട് ഈ സാധു മനുഷ്യൻ, അദ്ദേഹം ഫൈനാൻഷ്യലി സൗണ്ടായ ഒരാളാണ്. അപ്പൊ അദ്ദേഹം തന്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ സ്വർണം പിന്നെ വാങ്ങാൻ
അപ്പോ അത്യാവശ്യം സാമ്പത്തിക സോഴ്സ് ഉള്ള ഒരാളല്ലേ നമ്മളോട് ചോദിക്കുന്നത്, അദ്ദേഹം അതിലും വലിയ ലാഭത്തിൽ നമുക്ക് തന്നേക്കാം എന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളൊക്കെ ഇവർക്ക് സ്വർണം ഊരി കൊടുക്കാൻ ഈ 549 പവൻ സ്വർണം മുക്കിയിട്ട് എത്ര മാസക്കാലം ആ മനുഷ്യൻ ഖബറിന്റെ അടിയിൽ കിടന്നു, ഈ തെളിവിന്റെ ചുരുളഴിയാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ആ രീതിയിൽ ആത്മീയതയുടെ ബോർഡും വെച്ചിട്ട് വിലസി നടക്കുന്ന കുറെ വൈഡാല പ്രതീകന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പൂച്ച സന്യാസികള് നമ്മുടെ നാട്ടിലുണ്ട്. അവരേത് വേഷം കെട്ടും. അവർ തങ്ങളാണെങ്കിൽ തങ്ങൾ എന്ന് പറയും, മൂല്യരാണെങ്കിൽ മൂല്യർ എന്ന് പറയും, സന്യാസിയാണെങ്കിൽ സന്യാസി എന്ന് പറയും, പൂജാരിയാണെങ്കിൽ പൂജാരിയാണെന്ന് പറയും, സ്വാമിയാണെങ്കിൽ സ്വാമി എന്ന് പറയും, മൗലവിയാണെങ്കിൽ മൗലവി എന്ന് പറയും. അല്ലേ? ആ ഏത് പേരിലും അവർ പ്രത്യക്ഷപ്പെടും പല രീതിയിൽ. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളെ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു കുറച്ച് ലഘുലേഖകൾ ഏതോ ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലെല്ലാം ഉണ്ട്. സ്നേഹ നൈരാശ്യം, ബിസിനസ് നഷ്ടങ്ങള്, പ്രണയ നൈരാശ്യങ്ങള് എല്ലാം നമ്മൾ ശരിപ്പെടുത്തി കൊടുക്കുന്നതാണ് ചികിത്സയിലൂടെ. എന്ത് ചികിത്സ ഇവർ നടത്തുന്നതാവും അല്ലേ? എല്ലാ കാര്യങ്ങളും ഇവർ ചികിത്സയിലൂടെ നടത്തുകയാണ് എന്നർത്ഥം അല്ലേ? ഇന്ന നബിയ്യൻ മിനൽ അംബിയാഇ കാന യഖുത്തു വമൻ വാഫക ഖത്തഹു ഫദാക. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ ഇങ്ങനെ കുറെ വരകളും കുറിയൊക്കെ ഇടുമായിരുന്നു. അത് ശരിക്ക് അസ്മാ, അത് ശരിക്ക് തൽസമാത്താണ്. ആ പ്രവാചകൻ വരച്ച വരയോട് നിങ്ങൾ വരക്കുന്ന വര യോജിച്ചു വന്നാൽ അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. ആ വരയിൽ പഠിക്കണം. അത് ത്വൽസമാത്താണ്. അത് അബ്ജദ് ഹവ്വസുഹുദ്ദിന്റെ ഇസ്ലാമിന്റെ കണക്കാണ്. അത് ഇസ്ലാമിന്റെ ഖുർആനിന്റെയും കണക്കാണ്. ആ ചികിത്സ പഠിച്ച എത്ര ആൾക്കാരുണ്ട്. എന്നിട്ട് വ്യാജേന ബോർഡ് വെക്കുക, ആളുകളെ ട്രാപ്പിൽ അകപ്പെടുത്തുക അല്ലേ? എത്ര സ്ഥലത്താ ബോർഡ്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇനിയിപ്പോ സിഹിർ ബാത്തിലാക്കി കൊടുക്കുന്ന ആളുകൾക്ക് തന്നെയുള്ള ഇസ്ലാമിന്റെ നിയമം എന്താണ്? ആ ബാത്തിലാക്കി, അത് പഠിച്ച ഒരാളാണെങ്കിൽ തന്നെ അത് ബാത്തിലാക്കി അതിന്റെ ഇബ്താല് അയാൾ നടത്തുകയാണെങ്കിൽ തന്നെ അദ്ദേഹം പാരിതോഷികം അങ്ങോട്ട് ആവശ്യപ്പെടാൻ പാടില്ല. അവരെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ. ഇന്നിപ്പോ അങ്ങനെയാണോ? ഞാൻ എടുത്തരാം, തകിട് ഞാൻ എവിടുന്ന് വെച്ചാൽ എടുത്തരാം, പക്ഷെ 1,00,000 ഉറുപ്പിയാവും. ആദ്യത്തെ കണ്ടീഷൻ അതാ. എന്താവും? 1,00,000 ഉറുപ്പിയാവും അല്ലേ? ഇത് ബിസിനസ് അല്ലേ? ഇത് പക്ക ബിസിനസ് അല്ലേ? അല്ലേ? എന്നിട്ട് നനഞ്ഞിടം കുഴിക്കുക, കുറേ സാധുക്കൾ അതിനകത്ത് പെട്ടുപോവുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ കുറെ നാഗങ്ങളെ തകിട്, മറ്റേ തകിട്, ആ തകിട് ഇങ്ങോട്ട് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഒരാൾ വളരുന്നത് കാണാൻ കഴിയണില്ല. ഒരാളെ വീട് പൊങ്ങിയാൽ അത് ഒരു അസുഖമായി മാറുക. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് കൽബ് നന്നാവലാണ് ഇതിൻ്റെ ഒക്കെ പരിഹാരം. വേറൊരു പരിഹാരം ഇതിനില്ല. നമ്മൾ ശത്രുക്കൾ ഉണ്ടാക്കാൻ അയാൾ അപ്പൊ അകത്ത് കത്തി പുറത്ത് പത്തി, ചിരിച്ച് ജീവിക്കുന്നു, കളിച്ച് ജീവിക്കുന്നു, സൗഹൃദത്തോടെ ജീവിക്കുന്നു. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാളുടെ പ്രോഗ്രസ്, പുരോഗതി കാണാൻ കഴിയണില്ല. അപ്പം അയാളെ മക്കൾ പഠിച്ച് നല്ല റാങ്ക് ഹോൾഡേഴ്സ് ആയാൽ അപ്പുറത്തെ വീട്ടിൽ തുടങ്ങിയ അസ്വസ്ഥത അത് ചിലപ്പോൾ ബന്ധുക്കളിലുണ്ടാകും, അത് ചിലപ്പോൾ അയൽപ്പക്കങ്ങളിലുണ്ടാകും, ചിലപ്പോൾ നാട്ടുകാരിലുണ്ടാകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അയാൾ അങ്ങനെ വളരാൻ വിടൂല, എനിക്കിഞ്ഞൊന്നുമില്ലെങ്കിലും വേണ്ടിയില്ല. എൻ്റെ ഏറ്റവും വലിയൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവൻ വളരുന്നതാണ്, ഞാൻ വളരാതിരിക്കണതല്ല. ഞാൻ വളരാതിരിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നോക്കണ്ട, നിങ്ങൾ ഈ ദോഷൈക ദൃക്കുകളായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ തുടക്കം മുതൽ ദോഷം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഓവാൽത്തുമെന്ന് അവർ നീച്ചു പോരൂല. ഇവർ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ നോക്കണ്ട, നിങ്ങൾ അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തി, അവർക്ക് റിട്ടയർമെൻ്റ് ആയി, അവർക്കൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. അപ്പോഴും ഈ തുടങ്ങിയ ആൾ ആ ഓൽത്തുമ്പോൾ തന്നെ ഉണ്ടാവും. എന്താ? ദോഷൈക ദൃക്കുകൾക്ക് വലിയൊരു പുരോഗതിയൊന്നും ഈ ദുനിയാവിൽ കിട്ടൂല എന്നാണ്. കാരണം അവർക്ക് ഈ ദോഷം നോക്കാനും അതിനെ വിലയിരുത്താനും അതിന് മാർക്കിടാനും അതിന് വേറുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. നോക്ക് നിങ്ങൾ, ഞാനായി എൻ്റെ പാടായി. ഈ വിഷയത്തിൽ നമ്മൾ ഒരാളെ ട്രാപ്പിൽ അകപ്പെടുത്താനില്ല. ഇതൊക്കെ മനുഷ്യന്മാരാണ് എന്ന മാനവിക ബോധത്തോടു കൂടെ മനുഷ്യർ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം അല്ലേ? ലബീദ് ബിൻ ഇല്ലാസം റസൂലുള്ളാഹിനെ കടത്തില്ലേ? അപ്പം എന്താണ്? ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ അയാളെ പേരിലുള്ള പറമ്പിൽ പോയി ചെയ്യുക. അതിസമർത്ഥരായ സാഹചര്യങ്ങളാണെങ്കിൽ ഇനി അയാളെ പേരിലുള്ള വസ്തുവും ഭൂമിയൊന്നും വേണ്ട, ഒരു കല്ലിൻ്റെ ചോട്ട് കൊയ്യാണ്ട് തകിട് വെച്ചാലും ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിപൂർവം ചെയ്തു കഴിഞ്ഞാൽ അയാളെ ക്ഷീണിപ്പിക്കാൻ കഴിയും എന്ന് വരെ വാദിക്കുന്ന വൈഡാല പ്രതീകന്മാർ. അതാ ഞാൻ ഈ പൂച്ച സന്യാസികൾ എന്ന് പറയാൻ കാരണം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കുക. അതിൽ ഒരുപാട് പർദ്ദട്ട ഉമ്മമാരുണ്ട്. നിങ്ങൾക്ക് ആ കാര്യം സലാമത്തായി കിട്ടിയാൽ മതി, ഞങ്ങളും അവരും പറമ്പിന്റെ കാര്യത്തിൽ തർക്കത്തിലാണ്, എങ്ങനെങ്കിലും നിങ്ങൾ ചെയ്തെന്നാൽ മതി അല്ലേ? എന്നിട്ട് ഈ സുന്നത്ത് നോമ്പ് എടുക്കണ, ഈ ഔറാദും റാത്തി പോയിട്ട് നടക്കണ, ഈ ദിക്റും സലാത്തുമായിട്ട് നടക്കണ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ പർദ്ദട്ട് ഹിജാബിട്ട് മഫ്തട്ട് ഒരുങ്ങാൻ. എന്താ? എങ്ങോട്ടാ പോക്ക്?
എവിടെ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഏത് വിശ്വാസത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത്? ഇത് വലിയ അപകടമല്ലേ? ഒരു സമുദായത്തിന്റെ അസ്ഥിത്തറയെ ഇളക്കല്ലേ? എന്തിനാണിത്? അല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ കുടുംബം ഇല്ലാതാവുക, മക്കൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുക, എല്ലാ ഉന്മേഷം നഷ്ടപ്പെടുക. അള്ളാഹിന്റെ ഹബീബിനുണ്ടായില്ലേ? റസൂലുള്ളാഹിക്കുണ്ടായില്ലേ? ആയിഷ ബീവി ചോദിച്ചു, ആവർത്തിച്ച് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, പൽപുണ്യ നബിയേ, അങ്ങേക്ക് ഉഷാർ പോയല്ലോ നബിയേ, ഉന്മേഷം പോയല്ലോ നബിയേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, ആയിഷ, മലക്കുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു പോയി, അത് എനിക്ക് സിഹ്ർ ഏറ്റതാണ് എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ വന്നിട്ട് മന്ത്രിച്ചത് പോലും ചരിത്രത്തിൽ കാണാം. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി സിഹ്രിൻ വമിൻ ഹാസിദിൻ വമിൻ ഐനിൻ. അല്ലാഹുവിന്റെ റസൂലേ, നാഥനായ റബ്ബിന്റെ പേര് വിളിച്ചിട്ട് ഞാൻ അങ്ങേ മന്ത്രിക്കുകയാണ്. ജിബ്രീൽ വന്നാണ്ട് കിടക്കണ റസൂലുള്ളാഹിനെ മന്ത്രിക്കാൻ, അർഖീക, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ അങ്ങേക്ക് റുഖിയ നടത്തുകയാണ്, അങ്ങേ മന്ത്രിക്കുകയാണ് നബിയെ. മിൻ കുല്ലി സിഹ്രിൻ, എല്ലാ ബ്ലാക്ക് മാജിക്കുകളിൽ നിന്നും, എല്ലാ മാരണങ്ങളിൽ നിന്നും, വമിൻ ഐനിൻ, എല്ലാ കണ്ണുകളിൽ നിന്നും, വമിൻ ലിസാനിൻ, എല്ലാ മൂർച്ചയുള്ള നാവുകളിൽ നിന്നും. അല്ലാഹ് ഇഷ്ഫി, അല്ലാഹുവേ ഹബീബിനെ നീ ശിഫയാക്കി കൊടുക്ക റബ്ബേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഇബ്താൽ സിഹ്ർ ബാത്തിലാക്കണ ആയത്തന്നല്ലേ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സിഹ്റിന്റെ ശക്തി പോകും. ആയത്തുൽ കുർസി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സിഹ്റിന്റെ ശക്തി പോകും. സൂറത്ത് യാസീനിലെ ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അതുപോലെ തന്നെ ഇബ്താലു സിഹ്റിന്റെ ആയത്ത് എന്ന ഖുർആനിൽ പേരുള്ള ഒരു ആയത്ത് തന്നെ ഉണ്ട്. വത്തബിഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറൂ എന്ന് പറഞ്ഞിട്ട് യുഅല്ലിമൂന അന്നാസ അസ്സിഹറ, അല്ലേ? വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത്. രണ്ട് മലക്കുകളെ ബാബിൽ എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള, പഴയ കാലത്തെ ഇറാഖിലുള്ള ബാബിലോണിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത്. ഇബ്രാഹിം നബിയുടെ ജന്മസ്ഥലം അവിടെയായിരുന്നു, ബാബിലോൺ. ആ ബാബിലോണിലേക്ക് അള്ളാഹു ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ പറഞ്ഞേക്കാൻ. ഈ മലക്കുകളുടെ ഡ്യൂട്ടി എന്തായിരുന്നു അറിയോ? ജനങ്ങൾക്കിടയിൽ സിഹ്ർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ചു രണ്ട് മലക്കുകളെ. അവിടുത്തെ ആളുകൾ ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിക്കുകയാണ് പിശാചിന്റെ സഹായത്താൽ. അതുകൊണ്ട് ഇത് മുഴുവൻ ചെയ്യുന്നത് ഇബ്ലീസാണ്. ഇബ്ലീസിനെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തണല്ലോ. എന്താ? പഠിച്ചോനെ, എനിക്ക് ഒരു വിഷയത്തിൽ നീ സ്വാതന്ത്ര്യം തരണം. ഞാൻ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഇവിടുത്തെ സകല മഖ്ലൂഖിനെയും പിഴപ്പിക്കും. അതിലുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. വമാഹും ബിളാറീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അപ്പോൾ അതും അള്ളാഹിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ സിഹ്ർ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടായാൽ അതിലും റബ്ബിന്റെ തീരുമാനം ഉണ്ട് എന്നാണ്. സിഹ്ർ പിശാചാണ് സിഹ്റിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്യുന്നത്. ആ സിഹ്ർ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുക എന്നുള്ളത് ഖുർആന്റെ ആയത്താണ്, തെളിവാണ്. എന്ത്? ഇല്ലാ ബിഇദ്നില്ലാഹ്. അതിൽ അള്ളാഹുവിന്റെ ഇദ്നുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക തീരുമാനത്തോടു കൂടെയാണ് ഈ കാര്യം നടക്കുന്നത് എന്നർത്ഥം. അപ്പം ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പം മുഅവ്വിദത്തൈൻ, സിഹ്ർ ശക്തി കുറയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 2 സൂറത്തുകളാണ്. ഈ സൂറത്തുകൾക്ക് ഇസ്ലാം കൊടുത്ത പേരൊക്കെ നിങ്ങൾ മുഅവ്വിദത്തൈൻ. ഇങ്ങനെ 2 സൂറത്തുകൾക്ക് ഒറ്റ പേര് ഖുർആനിൽ മറ്റൊന്നില്ലല്ലോ. കാവലിനെ തേടുന്ന 2 ഔഷധ കൂട്ടുകൾ എന്ന അതിൻ്റെ അർത്ഥം. എന്താ കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹും പോയി നോക്കിയ ബിഇറുൽ ഇർവാൻ എന്ന് പറയുന്ന കിണറ്റിലെ പാറക്കല്ലിന്റെ അടിയിൽ നിന്ന് കിട്ടിയ റസൂലുള്ളാഹിന്റെ മനുഷ്യരൂപത്തിന്റെ മുകളിലുള്ള ആണിയുടെ എണ്ണം 11 ആണിയാണ്. സൂറത്തുൽ ഫലഖിലെ ആയത്തിന്റെ എണ്ണം 5, സൂറത്തുൻ നാസിലെ ആയത്തിന്റെ എണ്ണം 6. 5ഉം 6ഉം 11. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിക്ക് വഹി ഇറക്കി കൊടുത്തിട്ട് പറയാണ്, ഖുൽ നബിയേ, അങ്ങ് പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രപഞ്ചത്തിന്റെ നാഥനോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകലമായ ശർറിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാഹാതി ഫിൽ ഉഖദ് വമിൻ
മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വീണ്ടും പറയാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ് കാവൽ ചോദിക്കൂ നബിയേ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവേ, ജിന്നുകൾക്കിടയിലും നാസിന്റെ മനുഷ്യന്റെ ഇടയിലും ഞങ്ങളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ശർറുണ്ടാക്കണം, ഞങ്ങൾക്ക് ശല്യമാകുന്ന, ഞങ്ങളുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുകയാണ്. അതാണ് സൂറത്ത് മുഅവ്വിദത്തൈനിന്റെ പ്രത്യേകത. അപ്പൊ ഈ 11 ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കണ്. അതിൽ ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ ആണി പൊങ്ങുന്നു, ഓരോ കെട്ട് പൊട്ടുന്നു. അവസാനം മിനൽ ജിന്നത്തി വന്നാസ് എന്ന 11ാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബ് വായ കൊണ്ട് ഉച്ചരിച്ചതോടുകൂടെ അവസാനത്തെ ആണിയും പോന്നു, അവസാനത്തെ കെട്ടും പൊട്ടി. അങ്ങനെ കെട്ടും പൊട്ടിച്ചു എന്നാണ്. അപ്പോ ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഈ രീതിയിലുള്ള സോസറി, ഈ മാജിക്കുകളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇതിന് മാത്രം ജീവിക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ആ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് നടക്കുന്ന വേറെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പം നമുക്ക് ഖുർആൻ ഒരു കാവലാണ്. ഇതൊക്കെ ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമല്ലേ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൾ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.